നമുക്കെല്ലാവർക്കും എക്സാം സ്ട്രെസ് എന്നൊരു കഠിന പ്രശ്നം ഉണ്ട് അല്ലെ? പുസ്തകങ്ങൾ തുറക്കുമ്പോഴേ തോന്നും എത്ര പേജുകൾ ബാക്കിയെന്ന്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, പഠനം സ്മാർട്ടായി ചെയ്താൽ അത് ബോറോ സ്ട്രെസ്സോ ഒന്നുമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പഠനം എളുപ്പമാക്കാൻ 3 ഷോർട്ട് ട്രിക്സ് ആണ്. ഇവ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഫോക്കസ് കൂട്ടാനും മെമ്മറി ഇംപ്രൂവ് ചെയ്യാനും സ്ട്രെസ് കുറയ്ക്കാനും കഴിയും. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണും. പഠിക്കുമ്പോൾ പലർക്കും വലിയ പ്രശ്നം കോൺസെൻട്രേഷൻ ഇല്ല എന്നതാണ്. 15 മിനിറ്റിന് ശേഷം മൈൻഡ് മറ്റെങ്ങോട്ടും പോകും, ഫോൺ കയ്യിലാകും. അതാണ് നോർമലായി കണ്ടുവരുന്നത്. പക്ഷെ അതിനെ ടാക്കിൾ ചെയ്യാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്, പോമോഡോറോ മെത്തേഡ്. ഇതിൽ ചെയ്യേണ്ടത് 25 മിനിറ്റ്സ് മുഴുവൻ ഫോക്കസ് ആയി പഠിക്കുക. ഫോൺ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല. പിന്നെ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ ചെയ്താൽ ബ്രെയിനെ ഫ്രഷ് ആക്കുകയും ബോറിംഗ് സബ്ജക്റ്റിൽ പോലും ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് 25 മിനിറ്റ്സ് കെമിസ്ട്രി ഇക്വേഷൻസ് പഠിച്ചു. 5 മിനിറ്റ്സ് ബ്രേക്കിൽ ചെറിയ നടത്തം, വെള്ളം കുടിക്കുക, ഡീപ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം വീണ്ടും പുതിയ ചാപ്റ്ററിലേക്ക്. ഇതിൽ പോമോഡോറോ ടൈമർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അത് റിമൈൻഡേഴ്സ് കൊടുക്കും. സോ ടൈം വേസ്റ്റ് ആകില്ല. ഇനി സെക്കൻഡ് ട്രിക്ക് മൈൻഡ് മാപ്പ് ഡ്രോയിങ് ആണ്. ഇത് സ്പെഷ്യലായി വിഷ്വൽ ലേണേഴ്സിന് സൂപ്പർ യൂസ്ഫുൾ ആണ്. പുസ്തകത്തിലെ കണ്ടന്റ് പ്ലെയിനായി വായിച്ചാൽ കുറച്ച് സമയത്തിനുള്ളിൽ മറന്നുപോകും. പക്ഷേ അതേ കാര്യം നിങ്ങൾ ഡയഗ്രമായി എഴുതിയാൽ ബ്രെയിൻ അതിനെ പിക്ചറായി ഓർമ്മിക്കുന്നു. ഉദാഹരണത്തിന് ബയോളജി ചാപ്റ്റർ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ സെന്ററിലേക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് എഴുതുക. അതിനുശേഷം ആരോസ് ആയി മൗത്ത്, സ്റ്റൊമക്, ഇൻഡസ്റ്റൈൻ എന്നിങ്ങനെ ബ്രാഞ്ചസ് ആയി വരയ്ക്കുക. ഓരോ ബ്രാഞ്ചിലും ഷോർട്ട് നോട്ട്സ്, എൻസൈംസ്, ഫങ്ഷൻസ് എക്സെട്ര എന്നിവ ഉൾപ്പെടുത്തുക. ഇങ്ങനെ ചെയ്താൽ ഒരു പേജ് നോക്കിയാൽ മുഴുവൻ ചാപ്റ്റർ ഓർമ്മയാകും. ഇതിൽ കളേർഡ് പെൻസിൽ, ഹൈലൈറ്റേഴ്സ്, സ്റ്റിക്കി നോട്ട്സ് എന്നിവ ഉപയോഗിച്ചാൽ മൈൻഡ് മാപ്പ് കൂടുതൽ ക്യാച്ചി ആവും. എന്റെ സജഷൻ, സബ്ജക്റ്റ് സെപ്പറേറ്റ് മൈൻഡ് മാപ്പ് നോട്ട്ബുക്ക് ഉണ്ടാക്കി എക്സാമിന്റെ മുമ്പ് അത് ക്വിക്ക് റിവിഷൻ മെറ്റീരിയലായി ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഇനി മൂന്നാമത്തെ ട്രിക്ക് നൈറ്റ് റിവിഷൻ ബിഫോർ സ്ലീപ്പ് ആണ്. നമ്മുടെ ബ്രെയിൻ നിശ്ചയമായി ഏറ്റവും ആക്റ്റീവ് ആകുന്നത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ്. അത് ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈമാണ്. അതിനാൽ ഉറങ്ങുന്നതിന് 15 മിനിറ്റ്സ് മുമ്പ് ആ ദിവസം പഠിച്ച മെയിൻ പോയിന്റ്സ് റീകാപ്പ് ചെയ്യുക. അത് വായിച്ചു പറയുക, അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഒന്ന് സ്കാൻ ചെയ്യുക. ഉറങ്ങുമ്പോൾ ബ്രെയിൻ അതിനെ പ്രോസസ് ചെയ്യും. അടുത്ത ദിവസം മോർണിംഗിൽ അതിൽ അത്രയേറെ ഫ്രഷായി ഓർമ്മയാകും. ഒരുപാട് ടോപ്പേഴ്സ് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, ഞാൻ രാത്രി 10 മിനിറ്റ് റിവിഷൻ ചെയ്യുമ്പോഴാണ് മാർക്ക് കൂടിയത്. അതുകൊണ്ട് ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ലാസ്റ്റ് 10 മിനിറ്റ്സ് റിവിഷന് വേണ്ടി കൊടുക്കൂ. റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഇന്നത്തെ 3 ഷോർട്ട് ട്രിക്സ് ഇതായിരുന്നു: പോമോഡോറോ മെത്തേഡ്, മൈൻഡ് മാപ്പ് ഡ്രോയിങ്, നൈറ്റ് റിവിഷൻ. ഓർക്കുക, ശരിയായ രീതിയിൽ പഠിച്ചാൽ സ്ട്രെസ് ഇല്ല, മാർക്ക് കൂടുതൽ നേടാൻ സാധിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യൂ. പുതിയ സ്റ്റഡി ടിപ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റഡി സ്മാർട്ട് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. Thanks for watching. Follow for more study motivation and tips. Thank you.